ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു അവയർനെസ് വീഡിയോ ആണ് കേട്ടോ. നമ്മളെ വീട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്. AC, കൂളറ്, ഫാന്, അതുപോലത്തെ നമ്മൾക്കൊക്കെ ഉള്ള പരാതിയാണ് മാസം കറണ്ട് ബില്ല് വരുമ്പോൾ കറണ്ട് ബില്ല് കൂടുതലാണ്, പ്രത്യേകിച്ച് AC, കൂളറൊക്കെ ഉപയോഗിക്കുന്ന വീടുകളിൽ. ഇതിൻ്റെയൊക്കെ മുഖ്യ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങൾ തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഇലക്ട്രിക് ഉപകരണങ്ങളാണെങ്കിലും അതിന് വർഷത്തിലൊരിക്കലെങ്കിലും നല്ല രീതിയിലുള്ള ഒരു സർവീസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിഗറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ ഫിൽറ്ററൊക്കെ എടുത്ത് പൊടി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ വെക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ബ്ലോവറിൻ്റെ ഉള്ളിലൊക്കെ കെട്ടിക്കിടക്കുന്ന പൊടികളൊക്കെ നമ്മൾ കൊണ്ട് വിചാരിച്ചാൽ ചിലപ്പോൾ പൊടി കളയാനൊന്നും പറ്റില്ല. അങ്ങനത്തതൊക്കെ ഒരു നല്ലൊരു സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് വർഷത്തിലൊരിക്കലൊക്കെ ക്ലീൻ ചെയ്യുന്നത് നമ്മളെ കറണ്ട് ബില്ലിലൊക്കെ ഒരുപാട് കുറവ് വരാൻ സഹായിക്കും. ഞാൻ എൻ്റെ വീട്ടിലുള്ള ഷിപ്പേഴ്സൊക്കെ ഇടയ്ക്ക് വർഷത്തിലൊരിക്കൽ ഇതുപോലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് ഉപയോഗം തുടങ്ങുമ്പോൾ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് പൊടിപടലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരു 10% വൈദ്യുതി ലാഭിക്കാൻ നമുക്ക് എന്തായാലും പറ്റും. ഞാനിത് ചെയ്യണത് എനിക്കിത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്, അറിയണത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യണത്. നിങ്ങൾ അറിയില്ലെങ്കിൽ ഇതൊന്നും അഴിച്ചതുപോലെ സർവീസ് ചെയ്യാൻ നിൽക്കരുത്. ഇത് അടുത്തുള്ള എന്തെങ്കിലും ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ അറിയണവരെ കൊണ്ട് ഇത് വേണം ചെയ്യിപ്പിക്കൽ എന്തായാലും നിർബന്ധമാണ്. നമ്മളൊരു വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഈ ഉപകരണങ്ങളൊക്കെ ഒന്ന് സർവീസ് ചെയ്യില്ല, അതിൻ്റെ ലൈഫിനൊക്കെ കൂടുതൽ കിട്ടാൻ വളരെ നല്ലതാണ്. എൻ്റെ കയ്യിലുള്ള അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യണമെന്നുള്ളൂ. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ ടൂളാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടൂളാണ്. പിന്നെ ഇതിന് ഇമ്പോർട്ടൻ്റായ മറ്റൊരു ടൂളും കൂടി ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഈ വീഡിയോ കാണാം. എല്ലാവരുടെ വീട്ടിലും ഈ ടൂൾസൊന്നും ഉണ്ടായിന്ന് വരില്ല, പക്ഷെ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യണമെന്ന് മാത്രം. ഇതാണ് ഇമ്പോർട്ടൻ്റായ ഒരു ടൂള്. ഇതെന്തായാലും നമ്മുടെ കയ്യിൽ വേണം. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഇത് ചെയ്യണം. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ പൊടി നിറച്ച് പൊടിയാണ് അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നത്. ഇതൊരു വർഷം പോലും ആയിട്ടില്ല ശരിക്കും ക്ലീൻ ചെയ്തിട്ട്, എന്നിട്ടുള്ള പൊടികളാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ റൂമിലേക്കും വരുന്നത്. ഈ എന്താ പറയുക, തണുവിലൂടെ തന്നെ ഈ പൊടിയോട് കൂടിയിട്ടാണ് നമ്മൾ റൂമിലേക്ക് വരുന്നത്. ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാവും ഈ പൊടിയൊക്കെ ശ്വസിക്കുന്നത്. കാരണം അത്രയും നൈസ് പൊടിയാണത്. കുഞ്ഞു മക്കളൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറാണ്. നമ്മളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഇത് AC അല്ല കേട്ടോ, ACയുടെ പുറംതോടാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമാണ്. അത് വെള്ളമടിച്ച് വൃത്തിയാക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ കാറുകളുള്ള കാരണം കാറുകളെ മേലെ കയറ്റി വെച്ചിട്ടാണ് ഇത് സാധാരണ ചെയ്യാറ്. ഞങ്ങളുടെ വീട്ടിൽ സൈക്കിളാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും അങ്ങനെ ക്ലീൻ ചെയ്യാവുന്നതുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നത് അവയർനെസ് വീഡിയോ ആണ്. ഇതുപോലെ അറിയാത്തവരൊന്നും ഇതുപോലെ അഴിച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്യില്ല എന്ന് എനിക്കറിയാം, എന്നാലും ചെയ്യണവരുണ്ടെങ്കിൽ അത് ചെയ്യരുത്. അറിയുമെങ്കിൽ മാത്രമാണ് സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇതൊക്കെ അഴിക്കാൻ പാടുള്ളൂ. കാരണം ഇത് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ പിന്നെ പൊട്ട് അല്ലെങ്കിൽ കത്തി പിടിക്കുക ചെയ്താൽ കാർബൺ മോണോക്സൈഡാണ് പുറത്ത് വരിക. വീഡിയോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്കറിയാം, എന്നാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.